So hello guys, welcome back to another episode of Minecraft. അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ മൂന്നാമനില്ല. അയ്യോ ഇന്ന് മൂന്നാമനില്ല. അവൻ എന്തോ സാങ്കേതിക കാരണങ്ങൾ കാരണം അവൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ ഒരു നിമിഷം അവന് വേണ്ടി ഓർക്കാം. പാടട്ടെ. പഠിക്കാം. പാട്ട് മാറിപ്പോയി. നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കുനിഞ്ഞു നിൽക്കൂ, പ്രാർത്ഥിക്കട്ടെ. കുനി ഞാനും പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ പരിപാടി നമ്മൾ എന്താ ഫാം ഒക്കെ ഉണ്ടാക്കുവാണല്ലടാ. അതെ എന്തൊക്കെ ഫാമേ? എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെരുപ്പ് പൊട്ടിക്കൂ. തുറന്നു തരുവോ? അയ്യോ ഞാൻ കിടന്നു ബ്രോ, നമ്മളിന്ന് പശു ഫാം, പട്ടി ഫാം അല്ല, പശു ഫാം, പന്നി ഫാം, ആട് ഫാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ പഴയ സ്കില്ല് നഷ്ടപ്പെട്ടു. അല്ല, പഴയ എന്റെ തുണി നഷ്ടപ്പെട്ടു. നമ്മൾ പുതിയ തുണിയിലാണ് ഇങ്ങോട്ട് കളിക്കുന്നത്. നമുക്ക് ഇനി നേരെ പശുവിനെ കളിക്കാം. പശുവിനെ ഫാം ഉണ്ടാക്കാം. നമ്മൾ യഥാർത്ഥ ഇരുന്ന് ഗ്രൈൻഡിങ് ആയിരുന്നു. നമ്മൾ ഏപ്രിൽ 1 കമ്പാക്ക് അടിക്കുമെന്ന് പറഞ്ഞതാണ്. ഭയങ്കര കമ്പാക്ക് ആയി പോയി. ഇങ്ങനെ കമ്പാക്ക് ആയിരുന്നു. ഇപ്പം മാസം പാതിയായി. പ്രശ്നമൊന്നുമില്ല. മാസം പാതിയായി. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഫുഡില്ല. ചാടിത്തുള്ളി പോവാ. ഫുഡ് വേണം. എന്തെല്ലാം ഉണ്ട്? 19 പുറച്ചോപ്പ് ഉണ്ട്. അത് പറ. ഞാൻ 5, 3, 8 എണ്ണം. ഇതാണ് നമ്മുടെ പന്നി. ഇംഗ്ലീഷിൽ പിഗ് എന്ന് പറയും. ഇതാണ് പശു, ഗോമാത എന്ന് പറയും. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ മൂന്നാമന്റെ കൂട്. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ മൂന്നാമന്റെ കൂട്. ഇല്ല, മൂന്നാമനില്ല. മൂന്നാമൻ നമ്മുടെ കൂടെ ഇല്ല. മൂന്നാമന്റെ 2 മുട്ടകൾ ഞാൻ എടുത്തറിഞ്ഞു. അപ്പൊ നമ്മള് എവിടാ ഉണ്ടാക്കുന്ന നോക്കാം. നമുക്ക് ഈ വഴി കൊണ്ടുവരേണ്ടോണ്ട് ഈ 2 ഗേറ്റ് പൊളിക്കട്ടെ ഞാൻ. ഗേറ്റ് ചെസ്റ്റ് പൊട്ടിക്കോ. അത്യാവശ്യം കൊറേ കൊണ്ടുവരണം. നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടാക്കിയാലോടാ. പക്ഷെ ലാഗായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പശു ഫാമും പന്നി ഫാമും ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ആടിന്റെ ഫുഡ് നമുക്ക് അങ്ങനെ വേണ്ട. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ നമുക്കൊരു വൂൾ ഫാം ഉണ്ടാക്കാം. ഭാവിയിൽ ഇതൊരു കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് മെഷീൻ ആയിരിക്കും. ഇല്ലടാ, സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയാൽ മതി. ടപ്പേന്ന് പൊക്കോളും. നിങ്ങൾ പറഞ്ഞാൽ എന്റെ വീട് കണ്ടിട്ടില്ലായിരിക്കും. ഇതാണ് എന്റെ വീട്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് അവന്റെ ചാനലിൽ കാണാൻ ഞാൻ അടി കൊടുത്തേക്കാം. അതായിരുന്നു തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇല്ലടാ മൈൻക്രാഫ്റ്റില്. അത് കഴിഞ്ഞ് നമ്മൾ പരീക്ഷകളിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് ഉടനെ ഇപ്പൊ വരും. അതെ, അതുകൊണ്ട് റിസൾട്ട് വരുമ്പോ ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ. ഇതാണ് എന്റെ TV. ഓൺ ആവത്തില്ല. ഇതാണ് എന്റെ വീട്ടിലെ ഗസ്റ്റ് റൂം. ഇവിടെ നമുക്ക് ഗസ്റ്റിനായിട്ടൊരു സ്റ്റോറേജ് റൂം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒക്കെ ചോദിച്ചു വെച്ചേക്കുക. അതിന്റെ അകത്തൊന്നുമില്ല. ശരി, നമ്മള് വെറുതെ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഞാൻ തന്നെ ആയിരുന്നു എഡിറ്റ് ചെയ്യേണ്ട. പെട്ടടാ എന്റെ വീട് എന്റെ കടിച്ചു. ആദ്യം പോയി കുളിയറാന്ന്. ഇവന് മറ്റേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഓപ്പൺ ബാത്റൂം, ഓപ്പൺ ബാത്റൂമാ. ഇച്ചിരി പ്രൈവസി, നമുക്ക് ഇച്ചിരി പ്രൈവസി ഒക്കെ വേണം.
ഇവനെ പോലെ എന്തോത്തിന് എല്ലാം ചെറിയ കാണിക്കാതിരിക്കാനോ? ഇതാണ് നമ്മുടെ ബാത്റൂം. ഇത് ഷവർ, പക്ഷെ വെള്ളം വരത്തില്ല. ഇതാണ് പൈപ്പ്, വെള്ളം വരത്തില്ല. മതി മതി, എഡിറ്റ് ചെയ്യണം. ബാ വരിക വരിക. ആദ്യം നമുക്ക് പശുവിന്ന് തുടങ്ങാം കേട്ടാ. അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് ഈ ഫാമിലേക്ക് വേണ്ടതെന്ന് നോക്കാം. വെൽക്കം ടു മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ പാർട്ട് 28. തട്ടി വിടുക. ഇത് ഏത് ഫാമിനാന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു ലാവ വേണം. അതിന് പശുവിന് വേണ്ട 5 സ്ലാബ്, ഒരു ശേഖത്ത് കല്ല്, 13 ഗ്ലാസ്. സ്കഫോൾഡിങ് നമ്മൾ പിന്നെ പണിയാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. 4 ചെയിൻ, ഒരു ലിവർ, ട്രാപ്പ് ഡോർ. ഇത് ഈ 3 ഡിസ്പെൻസർ ഈ സെയിം സാധനം തന്നെ മതി. പക്ഷെ എന്തോ ഒരു ഏതാണ്ടൊപ്പം കൂടുതലുണ്ടോ തോന്നുന്നു. ഹോപ്പർ ഇതിൽ ഇച്ചിരി വല്ലോ. എന്തുവാടോ 2 സെയിം അല്ലേ? അയ്യോ ഇവിടെ 2 ഒരേപോലെ അല്ലേ? ഇതിന് നമുക്ക് ഒരു ഡിസ്പെൻസർ കുറച്ച് മതി. കിളിയെല്ലാം പോയില്ലാടാകെ. പണി തുടങ്ങാം. തുടങ്ങിക്കോ. എങ്ങനെയാന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാല്ല. പണിയാ പശു ഫാമിന് എവിടെ പോരടാ? എടാ ഇതിനോട് ചേർത്തല്ല, ഭിത്തിയോട് ചേർത്ത് തന്നെ പണിഞ്ഞോ. ഇവിടെ ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് ഇങ്ങനെ നോക്ക്. ഇവിടുന്ന് 4 എണ്ണം ഭിത്തിയോട് ചേർത്ത് വേണ്ടടാ, മണ്ടയ്ക്കൊന്നും എല്ലാം വന്ന് വീഴും. എന്നാ ഓക്കെ. ഇങ്ങോട്ട് 4 എണ്ണം വേണം. 4x6 ആണ് വേണ്ടത്. 4x6 വേണോ? 1 2 3 4 5 6. അവിടെ ഒത്തിരി ഇച്ചിരി കൂടെ പുറകിലോട്ട് വേണേ ഇറക്കിക്കോ. വേണ്ട വേണ്ട, ഇത് മതിയടാ. നമുക്ക് മറ്റോടെ പണിയണ്ടേ? ഓ കൂടി പോയല്ലോടാ അങ്ങ്. ഞാൻ മൂടാ. 4 എണ്ണം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു 4 എണ്ണമാണ് വെക്കേണ്ടത്. 6x4. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കിനി പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് കല്ല്, വർക്കർ കല്ല് മൂടും. ഇല്ല, ആ കല്ല് വെച്ചേരാ. അതിന്റെ അകത്ത് വെച്ചേരാ. എന്റെ കയ്യിൽ ഇച്ചിരി ഉണ്ട്. ആ കല്ല് ഞാൻ എന്റെ ആവശ്യത്തിന് എടുത്തോളാം. നമ്മൾ ഇച്ചിരി ഇതാണ് വിഷയമാണ്. കയ്യിലിപ്പയും കുറച്ച് ടൂൾസ് ഒക്കെ വെച്ചേക്കണം. നമ്മൾ 6 എണ്ണം മൂടിയിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഈ ചെസ്റ്റ് തുറക്കണം. അതിൽ നിന്ന് നമുക്ക് ഈ ചെസ്റ്റിന് ഓപ്പർ ഇങ്ങ് എടുത്തിട്ട് നമ്മള് അതെങ്ങനെയായിരുന്നു? നമ്മള് പെട്ടല്ലോ. നമ്മള് പെട്ടോന്ന് തോന്നുന്നു. നോക്കട്ടെ. വെയിറ്റ് ചെയ്യണേ മക്കളെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മളിച്ചിരി വിഷയം. അയ്യോ, നമുക്ക് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് നാളെ പണിയുന്നതായിരിക്കും ഉത്തമം. ഇല്ലേ സോംബി വന്ന് കൊല്ലും. അവനെ അതെ, ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളുകളായി. ഇന്നലെ അവന്റെ വീട്ടിലാണ് കിടന്നുറങ്ങിയത്. വലിയ ഭണ്ഡാരം പോലത്തെ വീടൊക്കെ ഉണ്ടാക്കി വെച്ച് താമസിക്കാൻ ഒരാളേ ഉള്ളു. ഏത് എല്ലാ ദിവസവും രാത്രി വരും, കിടന്നുറങ്ങും. അല്ലാതെ നമ്മളിത് കേറത്തില്ല. നമുക്ക് ഇച്ചിരി വ്യൂ ഒക്കെ കണ്ടിരിക്കാം. അതെയാ ഇവിടെ നമ്മളെ കൈ വീശി കാണിക്കുന്ന കണ്ടില്ലയോ? കണ്ട് എന്നെ കാണോ ഇതിന്റെ ഇടയിൽ കൂടെ? കാണാം. ഉറങ്ങാൻ നോക്ക്. നമ്മൾ ശുഭരാത്രി. അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് സംഭവിച്ച എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണ്? വെള്ളത്തിൽ ചാടിയില്ല, ചന്തി തട്ടി. പുതിയ അറിവ്. വരൂ പണിയോ. ആദ്യം തന്നെ നമ്മൾ ഫുഡ് താമസമാണ് കേട്ടോ. ഞങ്ങള് ഇവിടെ നോക്കി നിക്കുന്നുണ്ടോ? നോക്കി നിന്നോ അമ്മേ ദേവി. നമുക്ക് ചെസ്റ്റ് ഭാഗം നമുക്ക് ഈ സൈഡിലോട്ട് വെക്കാം. ഏത് സൈഡിലോട്ട്? ഇവിടോട്ട് വെക്കാം. ചരിച്ചല്ല വെക്കണ്ടേ?
നീ ഇല്ലടാ ഇങ്ങനെ നോക്കണ്ട. എടാ ഇവിടെ നമുക്കിപ്പം വരണോ എന്നടാ ഫ്രണ്ട്. എടാ ഇവിടെ വരണം ഫ്രണ്ട്. നമ്മൾക്ക് ചില സാങ്കേതിക വിദ്യ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ചെറിയൊരു പണി കിട്ടി. മനസ്സിലായി. ഇത് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് കുറയ്ക്കാനല്ലേ? അത് അങ്ങോട്ട് നമുക്ക് കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. സിദ്ധാർത്ഥ വെട്ടുന്നുണ്ടോ? വാ നമുക്ക് ആദ്യം നമുക്ക് ഈ കല്ലെല്ലാം ഒന്ന് വെട്ടിക്കളയാം. നമ്മള് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു പ്ലാനിങ് ഇല്ലാത്ത പണിയാണ്. ഇല്ലില്ല മൊത്തം വെട്ടിയിട്ട് മര്യാദയ്ക്ക് ആകത്താം. നമ്മളിതൊരു പ്ലാനിങ് ഇല്ലാത്ത പണിയായിരുന്നു മൊത്തം. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം പറ്റിപ്പോയത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ 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 1 2 3 4. ഇങ്ങോട്ട് നിൽക്കടാ. എന്റെ പൊന്ന് അഭിരാമൻ, നീ എന്തോ കാണിക്കോ അവിടെ? അച്ഛനെ വെയിറ്റ് ചെയ്യാം അച്ഛനെ, നമ്മള് പണിഞ്ഞു തരാം. 1 2 3 4. എടാ വേണ്ട ഇവിടെ വേണ്ട ഈ ബ്ലോക്ക് അങ്ങ് മുടിക്കേ. ഈ ബ്ലോക്ക് മൊത്തം മുടിക്കാങ്ങ. ഈ സെക്ഷൻ അങ്ങ് മുടിക്കോ. ഇപ്പൊ അളവ് ശരിയായില്ലേ? എന്റെ പൊന്ന് എടാ ഇപ്പൊ അളവ് ശരിയായില്ലേ? വേണ്ടേ 1 2 3 4 5 6. 1 2 3 4. ആഹാ എടാ ഇതൂടെ മൂടണം. എടാ ബാക്ക് മോഡണ്ട, ഫ്രണ്ട് മോഡ്. നമ്മള് കേറ്റി ഫ്രണ്ടിങ് എത്തി. എന്നാ അത് പൊളിച്ചാലേ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തിരി പ്ലാനിങ് ഇല്ലാത്ത സംഭവങ്ങൾ. 2 ലെയർ കയറ്റാനോ? ഒന്നുകൂടെ മൂടിയാതി. നമ്മളെ മെയിൻ പ്രശ്നം നമ്മൾ പ്ലാനിങ് ഇല്ലാത്ത പണിയാണ്. അതാണ് നമുക്ക് സാങ്കേതിക വിദ്യയുടെ കാരണം പ്രശ്നങ്ങൾ സംഭവിച്ചു. എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ആ ഒരു വാക്കറിയാം. അണ്ണാ കൊണ്ട എന്തോ കാണിച്ചു വെച്ചേക്കുന്ന ബ്രോ. ഒപ്റ്റിക്കൽസ്. എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടേക്ക് 2 ചെസ്റ്റ് പണിയുന്നു. ചെസ്റ്റ് പണിഞ്ഞിട്ട് നമ്മൾ ഈ ചെസ്റ്റിനെ സംബന്ധിച്ച് പ്രോപ്പർ സെറ്റ് ചെയ്യണം. 1 2 നമ്മൾ ഇങ്ങനെ വെക്കണം. ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ വെക്കണം. അപ്പൊ 4 ഉണ്ടാവും. പിന്നെ നമ്മൾ സ്ലാബ് എടുത്തിട്ട്, ഈ നമ്മൾ സ്ലാബിന്റെ കളികളാണ്. ഇനി നമ്മൾ സ്ലാബ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ മാറി നിൽക്കണം സുഹൃത്തെ. സ്ലാബ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 സ്ലാബ്. 12 സ്ലാബ് ഇങ്ങനെ വെക്കണം. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നമ്മൾ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും തെറ്റിയിരിക്കുന്നു. വർക്കർ ബ്ലോക്ക് പൊട്ടിക്കും. നമുക്കപ്പം ബ്ലോക്കായിരുന്നു വെക്കേണ്ടത്. നമ്മുടെ ബ്ലോക്കും സ്ലാബും എല്ലാം ഒരേപോലെ ഇരുന്നിട്ട് ബ്ലോക്കാന്ന് വെച്ചാൽ നമ്മള് സ്ലാബ് വെച്ചില്ലടാ. ഇല്ലേ തെറ്റത്തില്ല. രണ്ടും ഒരേപോലെ ഇരുന്നുണ്ടോ? ഇല്ലേ തെറ്റത്തില്ല. നമ്മൾ ട്രാപ്പ് ഡോർ വെച്ച് മൂടി അടക്കണം. ട്രാപ്പ് ഡോറിൽ മൂടണം. എന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 4 എഡ്ജിലും 2 ബ്ലോക്ക് പൊക്കണം. വേണ്ട പൊക്കണ്ട, ആവശ്യമില്ല. ബ്ലോക്ക് നോക്കിയിട്ട് നമ്മൾ ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്നുള്ള 4 ഡിസ്പെൻസർ എടുത്ത് മച്ചാനെ അതങ്ങ് പൊട്ടിച്ചു കളയാനേ. ഈ അറ്റത്ത് ബ്ലോക്ക് വെക്കണ്ട. സഹകരിക്കണേ. നമ്മൾ അതിലേക്ക് ഓരോത്തിലോട്ടും പൊട്ടിച്ചു കളയടാ പൊട്ടാ. ഇവനെ നമ്മൾ ഇങ്ങനെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും. പക്ഷെ നമ്മൾ എല്ലാം ചെയ്തു. പക്ഷെ നമ്മൾ ഒരു സംഭവം മാത്രം ചെയ്തില്ല. സിദ്ധാർത്ഥ് ഓടിപ്പോയി 3 ബക്കറ്റ് ഓഫ് ലാവ എടുത്തിട്ട് വരും എവിടുന്നെങ്കിലും. അന്നേരത്തേക്ക് ഞാൻ ബാക്കി പണിഞ്ഞു വെച്ചേക്കാം. എത്ര ഡിസ്പെൻസർ വേണോ അത്രയും ലാവ. നീ അത്യാവശ്യം നല്ല രീതിയിൽ ലാവ എടുത്തിട്ടോ. എത്ര? 4 അല്ലേ? ആ സ്ഥിതി തികയോന്ന് എനിക്ക് അറിയത്തില്ല.
തകർത്തെങ്കിലും ഉണ്ടാക്കണം. അത് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയോ. വെച്ചാലേ ഓക്കെ, ഞാൻ വരുന്നുണ്ട്. ഞാനിപ്പോ സ്പീഡ് ഓടി വരും. ഒരു മാസ് ബീജം ഇട്ട് ഇറക്കണേ. ഓക്കെ ഓക്കെ. മാസ് മാസ് മാസ്. കടപ്പുറത്തെ പെണ്ണിന്റെ മനസ്സിളക്കിയ ജോഡിച്ചായോ. ഞാൻ ഈ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, എടുത്തോ. ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ അതാ ഡിസ്പെൻസറിലോട്ട് ഒന്ന് ഇറക്കി. ഒരു ഡിസ്പെൻസറി വെച്ചിട്ടുണ്ട് ബ്രോ, അത് ബാക്കി ഒന്ന് നടത്താലേ. ഓക്കെ 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 ഓക്കെ. എവിടെ താഴത്തെ അവിടെ എങ്ങാണ്ടൊരു ഷീൽഡ് വെച്ചു. ഓക്കെ. എന്നിട്ട് പണിയല്ല ഞാൻ ഒന്ന് ഇച്ചിരി ഇച്ചിരി സഹകരിക്കൊന്ന്. അതെങ്ങനെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഒന്ന് സഹകരിക്കണേ. സ്കഫോൾഡിംഗ് ഒക്കെ ഇതിനായിരുന്നില്ല, ഞാൻ വെള്ളം ഒഴിച്ചാ കേറിയേ. പിന്നെ സ്കഫോൾഡിംഗ് എന്തിനാന്ന് വെച്ചേ? അച്ഛനെ ഒന്ന് സഹകരിക്കണേ. അതിൽ ഇതൊന്ന് എടുത്തു തരുമോ? എന്ത്? വേണ്ട ഞാൻ എടുത്തോളാം. നമുക്ക് ലാവ ഇത് പോരാ കേട്ടോ. ലാവ എല്ലാ ഇതിലും ഓരോ ലാവ വെച്ച് ഒഴിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ബാക്കി ലാവ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വേണം. നമ്മൾ ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയിൻ തേണ്ടി ഇങ്ങനെ വെക്കണം. നമ്മുടെ 4 ഇതെന്ന് പറഞ്ഞാൽ കൊച്ചു പശുക്കൾ താഴേക്ക് വന്ന് ചാവാനായിട്ടാണ്. നമുക്ക് ഓക്കെ, അടുത്ത പറയാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഗ്ലാസ് വേണം. ഗ്ലാസ് ഇനിയും വേണോ? അതെ വേണം. അല്ല, ഞാൻ മറ്റേതിന്ന് എടുത്തോളാം, താങ്കൾ അതൊന്ന് ഫില്ല് ചെയ്താ മതി. ഓക്കെ, ഞാൻ ചത്തു. ഓക്കെ, മറ്റേതിനും ഗ്ലാസ് ഇല്ല. അപ്പൊ ഒന്ന് വേഗം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മണ്ടയ്ക്ക് ഇച്ചിരി ഡിസൈൻ ഒക്കെ വെച്ച് നമ്മളെല്ലാം ഈ പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് ടിൻഡഡ് ഗ്ലാസ് വെക്കാം. കാര്യം നമ്മുടെ അതേ ഉള്ളൂ, ബാക്കി ഉണ്ടാക്കാൻ വയ്യ, മടി. അതുകൊണ്ട് മാത്രം നമ്മൾ ടിൻഡഡ് ഗ്ലാസ് വെച്ച് നമ്മൾ എന്തെല്ലാത്തിനും ഒരു വെറൈറ്റി വേണ്ടടാ. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് മടി കൊണ്ടൊന്നും അല്ല. ഇപ്പൊ ഇച്ചിരി വിഷയമായില്ലെന്നോ? കാര്യമായി കേട്ടോ. പിങ്ങി അടിച്ചൊരു ഗ്ലാസ് എക്സ്ട്രാ വെച്ച് പോയി, പക്ഷെ അത് പിങ്ങി വന്നപ്പോ വന്നില്ല. ഇപ്പൊ വൃത്തിയോടുണ്ടോടാ? ഇല്ല, അത്ര വൃത്തിയോടൊന്നുമില്ല, കുഴപ്പമില്ല. ആ സ്ലാബ് പിന്നെ സുഹൃത്ത് താങ്കളുടെയിലാണ് ആ സ്ലാബ് എല്ലാം. അതിങ്ങ് തിരിച്ചു തന്നാ കൊള്ളാമായിരുന്നു. ചെസ്റ്റിലോട്ടൊന്ന് കണ്ണെത്തി നോക്കിയിരുന്നെങ്കിൽ സ്ലാബ് പലതും കാണായിരുന്നു. ചെസ്റ്റിലോട്ട് കണ്ണെത്തുന്നില്ല, കണ്ണ് പിടിക്കുന്നില്ല. അവിടെ എന്നിട്ട് താഴെ ഇറങ്ങിയാലേ കണ്ണ് പിടിക്കത്തുള്ളൂ. കേറി വരാൻ കേറി പോരും. എടാ നീ പോയ ആ പശുവിനെയൊക്കെ ഓരോന്നിനെ കുറച്ചിങ്ങ് കൊണ്ടുപോവാ. കുറച്ചല്ല, നമുക്ക് മൊത്തത്തിലായിട്ട് കൊണ്ടുവരണം. ഇവിടെ ആദ്യം നീ കൊണ്ടുപോ. ഞാൻ സ്റ്റെപ്പ് സെറ്റ് ചെയ്യാം. നീ കുറച്ച് വീട്ടി എടുത്ത് വരുന്ന വഴി കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുവരാം. വരണം, പുറയിലും മുന്നിലോട്ട് എന്നാലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ മൊത്തത്തെ. തലേ ഞാൻ വരാം, നീ പൊക്കോ. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ പശു ഫാമിന്റെ പണി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പശു ഫാം. ഇനി ഇതില് കാവും കൂടെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പശുക്കളെ കൊണ്ടുവരണം, ഗോമാതാക്കളെ കൊണ്ടുവരണം. പിന്നെ നമുക്ക് ചിലപ്പം ഇതിന്റെ പേര് നമുക്ക് മറ്റേ വീഡിയോ ചിലപ്പോ റിമൂവ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മള് പശുക്കളെ കൊന്നു തിന്നുവാണ്. സഹകരിക്കണം. ഫോറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മറ്റേ ഇല്ല, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം നല്ലവരായ വ്യക്തികൾ. താഴെ ഒന്ന് എഴുതി കാണിച്ചു വിട്ടേക്ക് കേട്ടോ. ഹ്യൂമൻ ഡോണ്ട് വയലേറ്റ് എനി ആനിമൽ. നോ ആനിമൽസ് ഹാർമഡ് ഇൻ ദിസ് വീഡിയോ. പക്ഷെ നമ്മൾ അതിനെല്ലാം കൊന്നു തിന്നുന്നുണ്ട്. ഒന്ന് വയലൻസ് ഒന്നും ഇല്ല, കൊന്നു തിന്നുന്നുണ്ട്. അതൊരു വയലൻസ് ആണെന്ന് പറയുന്നില്ല. നമ്മള് പശുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. അല്ല അച്ഛനെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മളിവിടെ ഇച്ചിരി കുറച്ച് ബിൽഡിലാണ്. പശു വരുമ്പോ പുറത്തു പോവാതിരിക്കാനൊക്കെ ആയിട്ടെ.
ഇല്ലെങ്കിൽ പശുക്കളെല്ലാം താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് കൊണ്ടുവരണം. പക്ഷെ നമുക്ക് കല്ലിനൊരു പ്രശ്നമില്ല, അതുകൊണ്ട് നമ്മൾ ഞാൻ കാണുന്ന മറ്റേ പെട്ടിയിലെ കല്ലെല്ലാം എടുക്കാം. ഇല്ലില്ല, നീ കൊണ്ടുവന്നോടാ, കുഴപ്പമില്ല, കൊണ്ടുവന്നോടാ. ഞാൻ പശു ഒന്നും കൊണ്ടുവരുന്ന പശു ഒന്നും പോകത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. എനിക്കറിയാം. അല്ലല്ല, അത് ഞാൻ ഉറപ്പ് തരാം, ഇതിന്ന് പശുക്കളൊന്നും പോകത്തില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീട്ടൊക്കെ ആവശ്യമുണ്ട്. കാര്യം ഇനി നമ്മൾ പശുക്കളെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ഒക്കെ തുടങ്ങുവാണ്. വീട്ടിൽ എവിടാണ്? എന്റെ കയ്യിലുണ്ട്, എന്നാ തരാം. ഞാനിനി അതിന് അവിടെ വരെ വരണം. ഓരോരോ തെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നാ ഞാൻ പകുതി വീഴ്ച തരാം. ഒരു ഇത് വനം തന്നെ ഉണ്ടല്ലോടാ ഇതങ്ങ്. കുറച്ച് ഡ്രോപ്പ് ചെയ്യല്ലേ. എടാ നീ ഇങ്ങ് ഡ്രോപ്പ് ചെയ്തോ. മക്കളെ വരുവോ? അല്ലല്ല എടാ, നീ ഇവിടെ ഇവന്മാരെ വിട്. നീ അടുത്ത സെറ്റ് ആൾക്കാരെ വിളിച്ചോണ്ടോ. കുറച്ച് പേര് അമ്മണിക്കുട്ടികളെ കൊണ്ട് പോകൂ. സിദ്ധാർത്ഥനെ പശുക്കളെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് മേയുക. ഇല്ലില്ല, ഞാൻ മൊത്തം ഇങ്ങ് തുറന്ന്, പ്രശ്നമൊന്നുമില്ല. കൂടത്തിലൊരു പശു കയറിയല്ല. ഇല്ലല്ല മക്കളെ വാടാല് അടക്കണ്ടി വാ. ക്രൗച്ച് ചെയ്ത് പോയാ മതിയടാ. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആടിനെ വിളിച്ചപ്പോ പശു വന്ന എന്തിനാണ്? അല്ല, പശുവിനെ വിളിച്ചപ്പോ ആട് വന്ന എന്തിനാണ്? ഇതുങ്ങൾക്കൊന്നും വേണ്ടായോടാ വീറ്റ്. ഇതിന്റെയൊക്കെ വരവ് കണ്ടോ, കുണുങ്ങി. നല്ല രസമുണ്ട് കുണുക്കം കാണാൻ. നീ പശുവിന്റെ അന്തി നോക്കിയിരുന്നോ? കേസാവൂല്ലോ. അപ്പൊ നമ്മൾ വേണ്ട സാധനങ്ങൾ
പശു ഫാം സെറ്റ് ആക്കി. സിദ്ധാർത്ഥ മണ്ടയ്ക്ക് ഇന്ന് ഫീഡ് ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ ഇപ്പൊ ഒരു ഗ്ലാസ് പൊട്ടിച്ച് കുറെ പശുക്കളെ താഴെ ഇട്ടു. നമ്മളിച്ചിരി ബുദ്ധിപരമായിട്ട് കളിച്ചെല്ലാം കയറ്റി തിരിച്ചു. ഇതുവരെയായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കുറെ പശുക്കള് ഒരു 4 പശു താഴെ വീണ് ചത്ത്. അത്രയ്ക്ക് നഷ്ടങ്ങളൊന്നും ഇല്ല. ഇനി അപ്പൊ നമുക്ക് ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പന്നി ഫാം ആണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് പന്നി ഫാം ഇതേപോലെ തന്നെയല്ലേ ഉള്ളടാ? മണ്ട ഞാൻ ഇതിന്റെ മെക്കാനിക്കൽ പറഞ്ഞുതരാം. നമ്മള് മണ്ടയ്ക്ക് ഒന്ന് ഫീഡ് ചെയ്യും. ഇന്നലെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ താഴെ ഒന്ന് സ്റ്റോർ ആവും. ഇത് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അത് നമ്മൾ ചെയ്തില്ല. വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പെൻസറിയിൽ ഇത് ബട്ടൺ ഒന്നും വെച്ചിട്ടില്ല. നമ്മളിവിടെ മറ്റേ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ വഴി മുകളിലേക്ക് പോകുമ്പം ഇവിടെ വന്നാൽ എപ്പോഴും ക്രൗച്ച് ചെയ്തേക്കണം. ഇല്ല നമ്മൾ ഇത് വീണ കേറാൻ പറ്റത്തില്ല. എടാ പോടാ എടുത്തിട്ട് വാ. നമ്മളാക്കണം. സ്റ്റോൺ എടുത്തിട്ട് വാ. വീണ് ചാവുന്നു. അവൻ കൊണ്ടുവരാം. ക്ലിയറുണ്ട്. നമ്മള് വേണ്ട ഈ ബ്ലോക്കിന്റെ മണ്ടയ്ക്കൂടെ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മള് വേണ്ട ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമ്മള് ഞാൻ വെക്കട്ടെ ഇല്ലേ പണി കിട്ടും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിക്കാസ് വിട്ടിട്ട് നമ്മൾ വേണ്ട ഇതിന്റെ ഇതില് നമ്മള് റെഡ് സ്റ്റോൺ ഇടും. എന്നിട്ട് നമ്മള് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലിവർ വെക്കും. ഇത് ഓണാക്കുമ്പം നീന്ന് ലാവ വീണ് ഈ പശു വളരുന്ന എല്ലാം കുക്കായിക്കോളും. നമ്മൾ ആ ലാവ അങ്ങനെ ഓഫ് ആക്കണം. എടാ നീ മണ്ടയ്ക്ക് പോയിട്ടെ എന്തെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്തിടുവോ താഴോട്ട്? മണ്ടയ്ക്ക് പോയിട്ട് മണ്ടയ്ക്ക് വലിഞ്ഞേറിട്ട് ഇതിന്റെ കറക്റ്റായിട്ട് വീഴുന്നുണ്ടോന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ പ്രശ്നം? എനിക്ക് ഇല്ല അതാ വെക്കാൻ പറ്റത്തില്ലടാ. സ്ലാബല്ലേ ഡ്രോപ്പ് ചെയ്ത എന്തേലും. ഓക്കെ വീഴുന്നുണ്ട്. ആ ഫുഡ് നീ അങ്ങ് എടുത്തോ. അപ്പൊ നമ്മുടെ പശു ഫാം ഇതാണ്. ഇനി നമുക്ക് നേരെ പന്നി ഫാം ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഫാമുകൾ രണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട്. പശു ഫാമിൽ പശുവില് നമുക്ക് നമ്മള് കുറച്ചു പേരെ കൊന്നായിരുന്നു. എല്ലാം വളരണം. പന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്ലാസ് മാറ്റണമെന്നുണ്ട്. കാര്യം കാണത്തില്ല. സിദ്ധാർത്ഥ ഇങ്ങനെ താഴെ വീണ് ചത്ത കുറെ പന്നികളെ വെച്ചിട്ട് അത് നമുക്ക് ഈ സെറ്റ് കഴിഞ്ഞിട്ട് മാറ്റാം. നമ്മള് പന്നികളെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് വട്ടം ഞെക്കണം. അന്നേരം വെള്ളം പൊങ്ങി ഇതെല്ലാം പൊങ്ങി വരും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് കൊടുത്ത് ഫീഡ് ചെയ്യാം. ഇപ്പൊ ഓൾറെഡി എല്ലാം ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നോണ്ടാണ് ഇപ്പൊ ഫീഡ് വരാത്തെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എവിടെ അവനെന്തേ തോന്നുന്നു. എടാ ഇത് വലിയ പ്രശ്നമാവുമല്ലോടാ. ഇതൊക്കെ പ്രശ്നമാണല്ലോ ഇത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇത് നമ്മുടെ ഒരു കമ്പാക്ട് വീഡിയോ ആണ്. നമ്മളെ ഒരു നിമിഷം മൂന്നാമനെ കുറിച്ച് ഓർക്കാം. തല താത്തി വെക്കേണ്ടതാണ്. നീ അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.